ഈ പെന്തക്കോസുകാരുടെ പള്ളികളിലൊക്കെ പോയി അടിയും പിടിയും ബഹളം ഇതൊക്കെ ആയിട്ടങ്ങ് ഇതങ്ങ് പോവുക. ഇതാണ് അവിടെ കിട്ടിയത്. എന്ത് ചെയ്യുക സംഭവം? ഇതിനെപ്പറ്റി ഡിബേറ്റ് നടക്കുവാണ്. അതായത് അവിടെയുള്ള ടെക്സാസിൻ്റെ മുനിസിപ്പാലിറ്റിയും കമ്മീഷനും ഒക്കെ കത്ത് കൊടുത്തിരിക്കുകയാണ്, ലേറ്റസ്റ്റ് ആയിട്ട് അറിയുന്നത്. അത് പൊളിച്ചു കളയാൻ. ഇവിടെ ഈ പറയുന്ന 90 അടിയുള്ള സാധനമൊന്നും ഇവിടെ വേണ്ട. ഇവിടെ അങ്ങനെ ടെമ്പിളിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് വേണമെങ്കിൽ അവർക്കത് ഇന്ത്യയിൽ പോയി ചെയ്യാം. അവിടെ മാത്രമല്ല, ഇത് അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ പല ഭാഗത്തും ഇതേപോലെയുള്ള ഹിന്ദു കമ്മ്യൂണിറ്റീസിന് പല ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ പലയിടത്തും പോയിട്ടുണ്ട്. എനിക്ക് അവിടെ ഒരുപാട് എല്ലാവരും സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അത് പോകാൻ നേരം അവിടെ പോകും. അവരെയൊക്കെ ഇത് ബാധിക്കാൻ പോവുക. ചിലപ്പോൾ അമേരിക്ക ഇനി കാവ്യ കൊടുത്തുകൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല, ആ രീതിയിലാക്കിയത്. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ഇത് ചെറിയൊരു ഇഷ്യൂ അല്ല ഈ സംഭവം ഉണ്ടാകുന്നത്. പല ആൾക്കാരെയും പെന്തക്കോസ്ത് പാസ്റ്റർമാരുടെ ബൈബിൾ വലിച്ചു കയറി ആ സ്ത്രീകളെ അടിക്കുന്നു, അവരുടെ പള്ളി നശിപ്പിക്കുന്നു. അതിനൊക്കെ തിരിച്ചവിടെ കിട്ടുക. ഇതാണ് മനസ്സിലാകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളും അതിനൊക്കെ ഫണ്ട് ചെയ്യുന്ന അമേരിക്കയിലുള്ള ഹിന്ദുക്കളാണ്. കാരണം അവർ വളരെ ദലീര റിച്ചുമാണ്. ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങൾ റൺ ചെയ്യാൻ എവിടുന്നായി പണം? അപ്പം അതിനൊക്കെ ഫണ്ട് വരുന്ന അവിടുന്ന് ഈ പറയുന്ന ഹൂസ്റ്റണിലുള്ള ഷുഗർലാൻഡിലുള്ള അവിടുന്നൊക്കെ ശരിക്കും പണം വരുന്നുണ്ട്. ഈ ഹനുമാൻ ടെമ്പിൾസിലോട്ടൊക്കെ